കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വാട്സപ്പ് നമ്മുടെ എല്ലാവരുടെയും ജനപ്രിയ ഒരു സൈറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ അതിലിങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ എല്ലാവരുടെയും യൂസേജിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ കൂടുതൽ നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരുന്നത് അഡ്മിൻ പവറും ഗ്രൂപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഡ്മിനെതിരെ സൈബർ കേസ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അഡ്മിന് കുറച്ചുകൂടി സെക്യൂരിറ്റി ഒപ്പം നന്നായിട്ട് നല്ല അഡ്മിൻ പവർ കുറച്ച് കൂട്ടിക്കൊടുത്തുകൊണ്ട് വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്നുള്ളത് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനാണ്. ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിലുള്ള ആർക്കും ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കാണാം. പുതിയതായിട്ട് ഒരാളെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മേളിലായിട്ട് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരും. അതിൽ ഗ്രൂപ്പിൻ്റെ സബ്ജക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഫാമിലി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഒന്നും അല്ലാതെ പെർട്ടിക്കുലർ ഏതെങ്കിലും സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ നന്നായിട്ട് നല്ലൊരു യൂസേജാണ് നമുക്ക് തരുന്നത്. പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള എന്തിൻ്റെ ഗ്രൂപ്പാണ് എന്നുള്ളതൊന്നും നമ്മൾ അറിയില്ല അല്ലേ. കുറേ ഗ്രൂപ്പിലേക്ക് നമ്മളെ തന്നെ പലരും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയുള്ള ഗ്രൂപ്പാണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ സബ്ജക്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ആര് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേളിൽ ആ ചാറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്മിൻസിന് മറ്റുള്ള അഡ്മിൻസിൻ്റെ പവേഴ്സ് എടുത്തു കളയാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് ആരൊക്കെ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യണം, ആർക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ മാറ്റാം, ഗ്രൂപ്പിൻ്റെ ഐക്കൺ മാറ്റാം, ഗ്രൂപ്പിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആർക്കൊക്കെ ചേഞ്ചസ് വരുത്താം എന്നുള്ളത് ഗ്രൂപ്പ് അഡ്മിന് തീരുമാനിക്കാം. ഗ്രൂപ്പ് അഡ്മിന് കംപ്ലീറ്റ് പവർ നൽകിക്കൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറേ മെമ്പേഴ്സുള്ള ഗ്രൂപ്പ്സ് ആണെങ്കിൽ പലരും ഇങ്ങനെ പേരുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ വല്ല തമാശയാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരുകൾ മാറ്റുക, ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, അതുപോലെ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് അഡ്മിന് തീരുമാനിക്കാം ആർക്കൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ ചേഞ്ച് ചെയ്യാനുള്ള പവർ കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഗ്രൂപ്പ് ഇൻഫർമേഷനിൽ പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം. അഡ്മിൻസ് ആണ് അത് കാണാൻ പറ്റുക. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് മെമ്പർ ആണെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എല്ലാ അഡ്മിൻസിനും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിനും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ആ ഓപ്ഷൻസ് ചെയ്യാം. ഏതൊക്കെയാണ് അഡ്മിൻസ്, ആരൊക്കെ അഡ്മിൻ പവേഴ്സ് കൊടുക്കണം, അത് ആരൊക്കെ അഡ്മിൻ പവേഴ്സ് എടുത്ത് കളയണം എന്നുള്ളതൊക്കെ അഡ്മിന് തീരുമാനിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളായിട്ട് ഏതെങ്കിലും ഒരു പർപ്പസസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഗ്രൂപ്പായിരിക്കും. പ്രൊഫഷണൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പം പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ വേറെ ആൾക്കാരെ നമ്മൾ കയറ്റി അവർക്ക് അഡ്മിൻ പവർ കൊടുത്തു, അങ്ങനെ ലാസ്റ്റ് നമ്മളെ പുറത്താക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അപ്ഡേറ്റ് മുതൽ ഒരു കാര്യം വന്നിട്ടുണ്ട്. ക്രിയേറ്റേഴ്സ്, ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പാണെങ്കിൽ എൻ്റെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ അഡ്മിൻ പവർ കൊടുത്ത ആർക്കും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വേറെ അഡ്മിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സാധിക്കില്ല. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്, അതായത് അവരാണല്ലോ ഏറ്റവും ആദ്യത്തെ അഡ്മിൻ. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ക്യാച്ചപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായി അഡ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ആൾക്കാരെ മെൻഷൻ ചെയ്യാം, അതുപോലെ ആരെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് കുറച്ച് സമയം നമ്മൾ നെറ്റ് നോക്കിയില്ല അല്ലെങ്കിൽ വാട്സപ്പ് ചെക്ക് ചെയ്തില്ല. ആ സമയത്ത് ഗ്രൂപ്പിൽ വലിയൊരു കോൺവെർസേഷൻ നടന്നു, പേജസ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിപ്ലൈസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ നമ്മൾ നെറ്റ് ഓണാക്കി വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും 100-200 മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് നിങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും മെസ്സേജ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുള്ള വല്ല മെസ്സേജസ് ഉണ്ടോ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് ഗ്രൂപ്പ് ക്യാച്ചപ്പ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ഒരു മൈക്കിൻ്റെ ഐക്കൺ ഉണ്ട്, അത് റെക്കോർഡ് ചെയ്ത് അയക്കാനുള്ളതാണ്. അതിൻ്റെ മേളിലായിട്ട് കുറേ മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് സ്ക്രോൾ ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് @
അഡ്ഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് റിപ്ലൈ തന്നതും നിങ്ങളെ മെൻഷൻ ചെയ്തതായിട്ടുള്ള മെസ്സേജസ് അതിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതുവരെ ഉണ്ടായിരുന്ന കോൺവെർസേഷൻസ് എന്തൊക്കെ നമ്മളെ ബാധിക്കാത്ത കോൺവെർസേഷൻസ് ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കുള്ള കോൺവെർസേഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനും സാധിക്കും. ഏറ്റവും ലാസ്റ്റായിട്ട് വന്നതിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ചില ആൾക്കാർ ക്വിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറേ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഏതെങ്കിലും ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്യാണ്. പിന്നെ ഭക്ഷണം കഴിച്ചോ ഇങ്ങനെയുള്ള മെസ്സേജസ് പേഴ്സണൽ ചാറ്റ്സ് ആയി എന്നൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്യില്ലേ, പിന്നെയും നമ്മുടെ അങ്കിൾമാരോ കസിൻസോ ആരെങ്കിലും പിന്നെയും ആഡ് ചെയ്യും, പിന്നെയും നമ്മൾ ക്വിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചില ആൾക്കാർ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടാലും അവർ അവിടെ നിന്ന് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇനി മുതൽ ഉണ്ടാവില്ല. റിപ്പീറ്റഡ്ലി ആരെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ അവരെ പെർമനൻ്റ്ലി ക്വിറ്റ് ചെയ്ത അവസ്ഥയിലാണ്, അവരെ തിരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ ഒരു പുതിയ ഈ അപ്ഡേറ്റിൽ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് അഡ്മിൻസിലേക്ക് കൂടുതൽ പവേഴ്സ് കൊടുക്കുക, അവരെ ശരിക്കും കുറച്ചുകൂടി പവർഫുൾ ആക്കുക, ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനും അത് ആ ഒരു നിയമപരമായിട്ട് തന്നെ ഗ്രൂപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് വാട്സപ്പ് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഐഫോൺ യൂസേഴ്സിനും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിനും രണ്ട് കൂട്ടർക്കും ഇപ്പോൾ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നില്ല. ജസ്റ്റ് വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ പുതിയ ഫീച്ചേഴ്സ് എൻജോയ് ചെയ്ത് തുടങ്ങുക. എനിവേയ്സ് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ